സ്വാഗതം. നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. നല്ല മഴയുള്ള ദിവസമാണ്. ഇവിടെ റെയിൻ അലേർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് ഭീകര മഴയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഇല്ല. പക്ഷേ ഷാർജ, ദുബായ്, അബുദാബി ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇടിയപ്പമായിരുന്നു, നമ്മുടെ ഫ്രോസൺ ഇടിയപ്പമായിരുന്നു. അപ്പം ഇനി ഇതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാൻ എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. ഇപ്പൊ ആദ്യക്കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, മഴയാണോ? മഴയാണോ? മഴ കാണാൻ പോയായിരുന്നോ? എങ്ങനെയുണ്ട് മഴ? എന്തുവാ? ആ മീൻ അമ്മ ഫിഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പോവാ. ഈ ഫിഷിന്റെ ബൗളൊക്കെ പതുക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചപ്പോഴാണ് സമയം 2:30 കണ്ടത്. അപ്പൊ പിന്നെ നീ ലഞ്ച് കഴിഞ്ഞിട്ടാട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ലഞ്ച് കഴിക്കാൻ പോവാ. ഹലോ, ഇപ്പൊ ഇല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തുവാ വേറെ അറിയൂ? അങ്ങനെ ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ചോറ് നമ്മൾ ഊറ്റിയിട്ടില്ലെന്ന് അറിഞ്ഞത് കേട്ടോ. ചോറ് വാർത്തിട്ടില്ല എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് ചോറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ റൈസ് കുക്കറിൽ നിർത്തുന്നോണ്ട് തിളപ്പിച്ചു. അതിനുശേഷം ചോറൊക്കെ വാർത്തു സെറ്റായി. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് എടുക്കും കേട്ടോ. കാരണം ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഒന്ന് പോകണ്ടേ. അങ്ങനെ ചോറൊക്കെ നമുക്ക് റെഡി ആയിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ലഞ്ച് വിഭവസമൃദ്ധമായിട്ടുള്ള ചീനി വേവിച്ചതും മീൻകറിയും പിന്നെ അവിയലും മോരുകറിയും ഇത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ആദ്യക്കൊണ്ട് പതിപോലെ തന്നെ കഞ്ഞി കുടിച്ചു. അതിനുശേഷം ഒരു പേരയ്ക്ക, വലിയൊരു പേരയ്ക്ക ഉണ്ട് കേട്ടോ. ആ പേരയ്ക്ക എടുത്ത് കുറേ കഷ്ണങ്ങളാക്കി മുറിച്ചു എല്ലാവർക്കും കൂടെ കൊടുത്തു. അത് ഞാനും കഴിച്ചു. അതിനുശേഷം പതുക്കെ വന്നിട്ട് എൻ്റെ മെയിൻ ജോലിയായിട്ടുള്ള ഫിഷ് ടാങ്ക് എല്ലാം വൃത്തിയാക്കുന്ന ചടങ്ങിലേക്കാണ് ഈ കടന്നിരിക്കുന്നത്. 3-4 ബൗൾ എനിക്കുണ്ട്. 4 അല്ല, 5 ബൗൾ എനിക്കുണ്ട്. അപ്പോൾ ആ 5 ബൗളും ക്ലീൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നല്ല സമയമാവും കേട്ടോ. പല ടൈപ്പ് മീനുണ്ട്. ഗപ്പിയുണ്ട്, മൂളിയുണ്ട്, പിന്നെ പേരറിയാത്ത പിന്നെ ഗോൾഡൻ ഫിഷ് ഉണ്ട്. ഗോൾഡൻ ഫിഷിന്റെ ബ്രൗൺ കളറാട്ടോ അതായത്. അങ്ങനെ പിന്നെ പേരറിയാത്തൊരു ഫിഷ് കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാത്തിനെയും വളരെ കാര്യമായിട്ടൊക്കെ ക്ലീൻ ചെയ്ത് ആഴ്ചയൊരിക്കൽ വെള്ളം മാറ്റും. അങ്ങനെ വെള്ളം മാറ്റുന്ന ദിവസമായിരുന്നു ഇത്. അങ്ങനെ വെള്ളമൊക്കെ മാറ്റി. പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ആദ്യക്കൂട്ടനും അച്ഛനും കൂടെ മഴയൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് നല്ല രസമാണ്. കാരണം ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഷാർജ, ദുബായ്, അലൈൻ ആ ഭാഗമൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി. ഇവിടെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. കോർഫക്കാൻ ഭാഗത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ അത്യാവശ്യം നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെള്ളപ്പൊക്കം പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇഷ്ടമാണ് മഴയൊക്കെ. അങ്ങനെ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആസ്വദിച്ചു. ഇതൊക്കെയാണ് എൻ്റെ എല്ലാ ഫിഷ് കളക്ഷനുമാണ് ഇതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ 2 ടൈപ്പ് ഗപ്പിയുണ്ട് കേട്ടോ. വാലിന് പ്രത്യേകതയുള്ള ഗപ്പിയുണ്ട്, ഇല്ലാത്ത ഗപ്പിയുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാൻ എല്ലാം കഴിഞ്ഞ് നീറ്റായിട്ട് ഞാൻ വന്ന് കിടക്കുകയാണ്. കിടന്നുകൊണ്ടൊരു മൂവിയൊക്കെ കാണുവാണ്. അപ്പോൾ ഓർത്തത് അയ്യോ ഈ ഇരിക്കുന്ന ബൗളിനെ കാണിച്ചില്ലല്ലോ എന്ന്. ടിവിയുടെ മുകളിലൊരു ബൗൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതും ഒന്ന് കാണിച്ചു. ആദ്യക്കൂടായിട്ട് എന്നെ ഓർമ്മിപ്പിച്ചു, അമ്മേ ആ ബൗളെന്നും പറഞ്ഞിട്ട് കാണിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പം നാട്ടിലോട്ടൊക്കെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയും ചേട്ടനും കൂടെ. പിന്നെ ഒരു 4-4:30 ആയപ്പോഴത്തേക്കും നമ്മൾ ചായയൊക്കെ ഇട്ടു. ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് ചായയൊക്കെ കഴിച്ചു. മഴ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇതിൻ്റെ ഒരു ഷോർട്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യക്കൂട്ട് ഞാനിവിടെ മഴ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. നമുക്ക് ഭയങ്കര ലൈറ്റായിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. അലേർട്ട് വന്നോട്ടൊന്നും ഇവിടെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കുകയാണ്. TV കണ്ടോണ്ടിരിക്കുകയാണ്. പിന്നെ മഞ്ഞുമൽ ബോയ്സിൻ്റെ പാട്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക കേട്ടോ. സിനിമ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പം അമ്മയും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈകിട്ടൊരു 7 മണി 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു ഡ്രൈവിനിറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ നാരങ്ങ വെള്ളവും ലൈം സോഡ, നാരങ്ങ വെള്ളം, ഓറഞ്ച് ജ്യൂസും പിന്നെ നമ്മുടെ എന്താണ് ആദ്യക്കൂട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷവർമയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഷവർമ അമ്മയ്ക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ ഷവർമ എല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്ന കാഴ്ചകളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞി വ്ളോഗാണ് കേട്ടോ.
പിന്നെ ഇതിൽ ആദ്യക്കുട്ടൻ ഫ്രണ്ടിലിരിക്കുന്നതായിട്ട് കാണിച്ചത് വണ്ടി നിർത്തിയിട്ടപ്പോഴാട്ടോ അമ്മയുടെ മടിയിൽ ഫ്രണ്ടിൽ പോയിരുന്നത്. ഇവിടെ ഒരിക്കലും കുഞ്ഞുങ്ങളെ ഫ്രണ്ടിൽ ഇരുത്തി വണ്ടി ഓടിക്കുകയേ ചെയ്യരുത്. ഞാൻ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ കുട്ടിയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞിനെ വണ്ടിയുടെ മുമ്പിലത്തെ സീറ്റിൽ കുഞ്ഞിനെയായിട്ടിരിക്കുന്ന അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടെ 120 140 സ്പീഡിലൊക്കെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡേഞ്ചറാണ്. അതിലുപരി നല്ല ഫൈനും ഉണ്ട്, നമുക്ക് ബ്ലാക്ക് പോയിന്റും ഒക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ക്ലിപ്പ് കണ്ടോണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ, ഒരിക്കലും ആദ്യം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട് സീറ്റ് ഇരുത്താറില്ല. വണ്ടി നിർത്തിയിട്ടത് കൊണ്ടും അമ്മൂമ്മ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവനൊരു കൊതി, അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഷവർമ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ആദിക്കേട്ടോ. ആദിക്കും എനിക്കും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചേട്ടൻ ഭയങ്കര ഇപ്പം ഡയറ്റൊന്നുമില്ല കേട്ടോ, ഫുൾ അലമ്പാണ്. അമ്മ വന്നതിന് ശേഷം ഡയറ്റും കാര്യങ്ങളും ഒന്നും നേരെ ചെയ്യൊന്നും പോകുന്നില്ല, ജിമ്മിൽ പോലും നേരെ ചെയ്ത് പോകുന്നൊന്നുമില്ല. ധൈര്യമായിട്ട് പിന്നെ കഴിക്കാമല്ലോ. അപ്പം ജിം ട്രെയിനർ ആണല്ലോ, ഒന്ന് ഇളവൊക്കെ കൊടുത്തിട്ടുണ്ട്. പൊക്കോ, നീ ഒന്ന് ചില്ല് ചെയ്തോളാന്നൊക്കെ പറഞ്ഞിപ്പം അവധി കൊടുത്തേക്കാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഷവർമയൊക്കെ ട്രൈ ചെയ്യാണ്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. മഴയാണ്, അതിന് പുറത്തോട്ടൊന്നും അങ്ങനെ ഒന്നും കറങ്ങാനൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.